ഹലോ ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ഒരു കിടിലം വീഡിയോയുമായിട്ടാണ്. എല്ലാവരും മുഴുവൻ കാണണം, പിന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യണം. ഞാനും കുഞ്ഞൂസും കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങൾക്കൊരു പുതിയ ഐഡിയ കിട്ടിയത്. എന്താണെന്നല്ലേ, ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ വകയായാലോ? ഇതായിരുന്നു സംഭവം. എന്തായാലും ഞാൻ അമ്മേനോടും അച്ഛമ്മേനോടും പറഞ്ഞു. അവരാണെങ്കിൽ കട്ട സപ്പോർട്ടാണ്. അങ്ങനെ അച്ഛമ്മേനെയും അമ്മേനെയും മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഗൈസ്. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്നല്ലേ? നിക്ക് അത് ഞാൻ പറയാം. ആദ്യത്തെ ഐറ്റം വെണ്ടയ്ക്കപ്പുളി, അടുത്തത് പപ്പായ മെഴുക്ക് വരട്ടി, ഇനി പപ്പടം, പിന്നെ ചമ്മന്തി, പിന്നെ മുളക് വറുത്തത്. മതി, ഇത്രയേ ഉള്ളൂ. ഇനി കൂട്ടിയാൽ നമ്മൾ പണിയെടുക്കേണ്ടി വരും. അടുക്കളയിൽ പണിയെടുക്കുന്നതേ നിസ്സാരമൊന്നുമല്ല. എടുത്ത് നിരത്തുന്നതൊക്കെ എടുത്ത് വൃത്തിയാക്കി വെക്കണ്ടേ? ഇനി വർത്താനം പറഞ്ഞ് നിന്നാലേ സമയം പോവും. അച്ഛൻ വന്നാൽ പട്ടിണിയാകും. അതുകൊണ്ട് പാചകത്തിലോട്ട് കിടക്കാം. അതെ, ആദ്യം ഞങ്ങൾ വെണ്ടയ്ക്കപ്പുളി ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നേ. അതിനായി വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 മുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അരിഞ്ഞു വെച്ച സാധനങ്ങൾ പതുക്കെ അടുപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി. അടുപ്പിൽ ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. അതിൽ കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം ഞങ്ങൾ അതിലോട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തു. വെണ്ടയ്ക്ക കരിയാതെ നന്നായിട്ട് വരട്ടി കൊടുത്തു. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. ഇപ്പോൾ വെണ്ടയ്ക്ക നന്നായി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച സവാള ഇട്ടു. സവാള നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതിലോട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നീട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അടച്ചു വെച്ചു. ഞങ്ങൾ പതുക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. വളരെ അടിപൊളി. അങ്ങനെ കറി നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നല്ല മണവുമുണ്ട്. ഞങ്ങളുടെ വെണ്ടയ്ക്കപ്പുളി റെഡി ആയിരിക്കുന്നു ഗായ്സ്. ഇനി പപ്പായയുടെ ചോട്ടിലോട്ട് അടിപൊളി പപ്പായയും പറിച്ച് അതിൻ്റെ ചുണ കളഞ്ഞ് വൃത്തിയാക്കി. പിന്നീട് അതിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം ഞങ്ങളത് മുറിക്കാൻ തുടങ്ങി. മുറിച്ചെടുത്ത കഷ്ണങ്ങളെ ചെറുതായി അരിഞ്ഞെടുത്തു. അച്ഛമ്മയും ഞാനും കൂടിയിട്ടാണ് അരിഞ്ഞെടുത്തത്. പിന്നീട് അടുപ്പിൽ പാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായ ശേഷം കടുകും ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള, പച്ചമുളക്, കരിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതെല്ലാം നന്നായി വഴറ്റിയതിന് ശേഷം അതിൽ അരിഞ്ഞു വെച്ച പപ്പായ ചേർത്ത് കൊടുത്തു. അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി. പിന്നീട് അത് നന്നായി അടച്ചു വെച്ച് വേവിച്ചു. നന്നായി ആവി വന്നതിന് ശേഷം അടപ്പ് മാറ്റി ഇളക്കി കൊടുത്തു. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം റെഡി ആയിരിക്കുന്നു ഗൈസ്. കം ഓൺ എവരിബഡി, നമുക്കിനി പപ്പടം കാച്ചാം. ഇതിനായി ആദ്യം പപ്പടം തുടച്ചെടുക്കണം. തുടച്ചു വെച്ച പപ്പടത്തിൻ്റെ നടുവിൽ ഒരു തുള ഇട്ട് കൊടുക്കണം. ഈ തുള ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് നല്ല പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ എണ്ണ ചൂടാക്കി. അതിനുശേഷം ഞങ്ങൾ പപ്പടം കാച്ചി. അങ്ങനെ സാഹസികത നിറഞ്ഞ പപ്പടം കാച്ചൽ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇനിയൊരു തേങ്ങാ ചമ്മന്തി ബാക്കിയുണ്ട്. അതിനായി തേങ്ങ പൊട്ടിച്ചെടുത്തു. തേങ്ങ പൊട്ടിച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. എന്നാൽ അതിൽ തേങ്ങാ വെള്ളമില്ല.
അങ്ങനെ ചിരവ കഴുകി തേങ്ങ ചിരവിയെടുത്തു. അതിനുശേഷം ചിരവിയെടുത്ത തേങ്ങ, ചെറിയ ഉള്ളി, ഇഞ്ചി, ഉപ്പ്, പതിയെ ചൂടാക്കിയ മുളക് പൊടിയും ചേർത്ത് പതുക്കെ അരച്ചെടുത്തു. ഇതിൽ ഒരു കാര്യം വിട്ടുപോയി, പുളി. ഇതിൻ്റെ ഒപ്പം പുളിയും കൂടി ചേർന്നാലേ ഉള്ളൂ തേങ്ങ ചമ്മന്തിക്ക് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്തായാലും തേങ്ങ ചമ്മന്തിയും റെഡിയായി. അരച്ചെടുത്ത ചമ്മന്തിയെ ഒരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി. ഇനി ഒരു പണിയും കൂടി ബാക്കിയുണ്ട്, മുളക് വറുക്കണം. അങ്ങനെ ഞാനും കുഞ്ഞും ചേർന്ന് മുളകും വറുത്തെടുത്തു. നല്ല നീളമുള്ള പച്ചമുളകും ചെറിയ കാന്താരിയും രണ്ടും ഉണക്കിയെടുത്തതാണേ. എന്തായാലും എല്ലാം ചേർത്ത് ഞങ്ങളുടെ ഉച്ചയൂണ് റെഡി. ഇന്നത്തെ ഉച്ചയൂണ് മുഴുവൻ ഞങ്ങളുടെ വക. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടും പറ്റും. ഇതുകൊണ്ടൊന്നും കഴിഞ്ഞില്ല ഗൈസ്. ഇന്ന് ഞങ്ങൾക്ക് പുതിയൊരു ഡ്യൂട്ടിയും കൂടി കിട്ടി. ഇത് ഞങ്ങൾ തനിയെ ചോദിച്ച് വാങ്ങിയതാണ്. അതെ, ഞങ്ങൾക്കിത് വേണം. മിണ്ടാതിരുന്ന് പഠിക്കേണ്ട സമയത്ത് അടുക്കളയിൽ കയറി അടുക്കള പണി എടുക്കാൻ നോക്കിയതാണ്. ഇനി ഇവിടുത്തെ അടുക്കള പണി ഞങ്ങളുടെ തലയിലുമായി. പഠനത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണോ? എന്നാൽ ഇത് ട്രൈ ചെയ്യാം. 100% വിജയം. എന്തായാലും ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം അച്ഛനൊന്ന് കൊണ്ടുപോയി കൊടുത്ത് നോക്കട്ടെ കേട്ടോ ഗൈസ്. അച്ഛൻ എന്തായാലും ചോറുണ്ണാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചയൂണും എല്ലാവർക്കും വിളമ്പുന്നത് ഞങ്ങൾ തന്നെയാണ്. ആദ്യം ചോറ് വിളമ്പി, പിന്നീട് കറികൾ ഓരോന്നോരോന്നായി വിളമ്പി. അങ്ങനെ വിളമ്പിയ ചോറും എടുത്ത് ഞങ്ങൾ ഒരു യോയൊക്കെ കൊടുത്ത് അച്ഛന് കൊണ്ടുപോയി കൊടുക്കാൻ പോയി. അച്ഛന് നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ആവേശപൂർവം ആസ്വദിച്ച് ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണം നന്നായി കഴിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കും വളരെ സന്തോഷമായി. ഇനി ബാക്കിയുള്ളവർക്കും കൂടി ഭക്ഷണം വിളമ്പി ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കട്ടെ. ഞങ്ങളുണ്ടാക്കിയ ഇത്രയും അടിപൊളി ഐറ്റംസ് ഒരുമിച്ച് ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇത് ഞങ്ങളുടെ വിജയമാണ് ഗായ്സ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കഷ്ടപ്പെട്ടതിൻ്റെ വിജയം. നിങ്ങളും ഒരുമിച്ച് മുന്നേറൂ. തീർച്ചയായും വിജയം നിങ്ങളുടെ കൂടെ. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയറും ബെല്ലൈക്കനും കൂടി അമർത്തുക. അടുത്ത വീഡിയോയുമായി കാണുന്നേക്കും ബൈ. എന്തായാലും ഞങ്ങൾ കഴിച്ചു നോക്കട്ടെ കേട്ടോ ഗൈസ്. ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഊട്ടുന്നതിനാണ് രസം. അതുകൊണ്ട് തന്നെ ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും വാഴിക്കൊടുത്ത് ആവോളം കഴിച്ചു. ആ രംഗങ്ങളാണ് കേട്ടോ ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഗൈസ്, ഒരു ദിവസത്തെ ഭക്ഷണം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. അച്ഛനും അമ്മയും ഉള്ളപ്പോൾ മാത്രമാണേ. ബൈ ബൈ.